ഞാനൊരു പച്ചമുളകിൻ തൈ കുറച്ച് പാകിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ നടാൻ വേണ്ടി അതിനൊരു നീളത്തിലൊരു ഇതെടുക്കുക, ഇത് തടം പോലെ. അപ്പോൾ ഒത്തിരി തൈകളുണ്ട്, മുളകും തൈകൾ. അത് നടാൻ വേണ്ടി ഇതാ കീറ് നീളത്തിലെടുത്തു. നല്ല വളമെല്ലാം ഇട്ടതാണ്, ജൈവവളം, വേസ്റ്റ് വളമെല്ലാം ഇട്ടതാണ്. അപ്പോൾ അതിന് ശേഷം അത് കീറിയതിന് ശേഷം ഒരു ഇതുണ്ടായിരുന്നേ, നല്ല കപ്പളങ്ങ തൈ മുകളിൽ പാകിയത്. അത് ഞാനെന്നാൽ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നല്ല പോലെ അത് നനച്ച്, മണ്ണ് എന്നാലല്ലേ ഇതാവുള്ളൂ. അപ്പോൾ അത് നനച്ച് ഇതാക്കി. ഇത് കണ്ട നല്ല അടിപൊളി തൈയാണ്. ഇനി ഉണ്ടായാലേ അറിയത്തുള്ളൂ അത് എന്തെന്നാ സംഭവം എന്ന്. അപ്പോൾ അതൊന്ന് നടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചമുളകിൻ തൈ പാകിയത് ഇതാ പറിക്കുക. ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ കുറേ 2-3 പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ലോണം നല്ല കരുത്തുള്ള മുളകും തൈയാണ്. അപ്പോൾ അത് കണ്ട നല്ല ഇതുണ്ട്. ഞാനെന്നാൽ അതെല്ലാം കൂടിയിട്ട് ഇതാ നടാൻ വേണ്ടി പോകുക. നല്ല വളക്കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ വളമാണ്. നല്ല പെട്ടെന്ന് ഉഷാറാകും. ഇനി നട്ട് കഴിഞ്ഞ് നല്ല ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാനിത് കാണിക്കുവേ. ഇത് കണ്ട എന്താ 2, 3, 4, 5 എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഏതായാലും നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പച്ചക്കറിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് അതിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി, ചൂടല്ലേ, അതിന് ഞാൻ കൊന്നയില അതിൻ്റെ ചോട്ടിലിങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഒന്നും വാടിപ്പോവുക അങ്ങനെയൊന്നുമില്ല. അത് കണ്ട നല്ല കൊന്നയില നല്ല വളമല്ലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചു. വെയിലിൻ്റെ ചൂടിനൊരു സംരക്ഷണം. അത് കഴിഞ്ഞ് ജൈവ വളമാക്കിയിട്ടുണ്ട്. അത് ഞാനെന്നാൽ കുറേ ചാക്കുകൾ സംഘടിപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെണ്ടയും എല്ലാം വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. കോളിഫ്ലവർ, കാബേജ്, ബീട്രൂട്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് മേടിച്ചതാണ്. അതിന് നട്ട് നോക്കിയാലറിയാം എന്താ വിത്തെന്ന്. ഞാൻ മണപ്പുറം ഉത്സവത്തിന് പോയപ്പോൾ മേടിച്ചതാണ് 3 തരം വിത്ത്, വെണ്ടയും ഇതുമല്ല. അപ്പോൾ അത് ചാക്കിലോട്ട് നല്ലോണം മണ്ണെല്ലാം കൂടെ നിറയ്ക്കാൻ വേണ്ടി പോകുക. അതിനൊരു ഇതെല്ലാം എടുത്തിട്ട് കണ്ട, അതാണ് ഞാൻ നിറയ്ക്കുന്നത്. ഇത് തേക്കുന്ന ഒരു ഇതാണ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയത്. അതെല്ലാം കൂടി എല്ലാം നിറച്ച് നല്ല മുട്ടത്തോടും നല്ല ചായപ്പൊടിയും അങ്ങനെ ഒത്തിരി നല്ല വളം ആക്കിയതാണ് ഞാൻ. അപ്പം വെയിലുള്ളത് കൊണ്ട് എല്ലാം നല്ല ഉണങ്ങി നല്ല പൊടി പോലെയായി കിട്ടി. അപ്പോൾ എല്ലാം നിറച്ചു. ഒരു 1, 2, 3, 4, 5, 6, 7, 8 ചാക്ക് നിറച്ചേ. അപ്പോൾ അതിലോട്ട് ഞാനിതാ എല്ലാ വിത്തുകളും നടാൻ വേണ്ടി പോകുക. എല്ലാം നല്ല ഇതായിട്ട് നിറച്ചു. ഇത് കണ്ട വിത്തുകൾ, ഇത് കുഞ്ഞു കുമ്പളാണ്, കടയിൽ നിന്ന് മേടിച്ച കുഞ്ഞ് മത്തൻ, കുമ്പളല്ല മത്തൻ, നല്ല ഇതാണ്. അപ്പം അതും കൂടി ഒന്ന് അതിൻ്റെ സൈഡിലൊന്ന് എന്നിട്ട് അധികം കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്താൽ ആകലുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ അതും എല്ലാം കുറേ എല്ലാ ചാക്കിൻ്റെ ഇടക്കും അതും എല്ലാം ഇട്ട് കൊടുത്ത്, എന്നിട്ട് മറ്റുള്ള ഇതുമെല്ലാം നടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം മറ്റേ വെണ്ടേൻ്റെ വിത്തും എല്ലാം കൂടെ നട്ട് വെള്ളം ഒഴിച്ച്, എല്ലാത്തിനും വെള്ളം ഒഴിച്ച്, ഞാൻ ഇന്നാൾ നട്ട ഒരു ഇതാണ് കപ്പളങ്ങ. അതിന് നല്ല ഇത് വന്നു. അപ്പം മറ്റേതെല്ലാം നട്ട് നല്ല അടിപൊളി ഇത് കണ്ട ഇതെല്ലാം നട്ട് കഴിഞ്ഞു. അത് ഒന്നും കൂടി അത് ഒന്ന് കാണിക്കുന്നതാണ്. അത് നല്ല പോലെ ഉറപ്പിച്ച് കൊടുത്ത് നല്ല ഇതായിട്ട്. ഇപ്പം വെയിലായതുകൊണ്ട് നല്ല പോലെ വെള്ളം വേണം, ഒത്തിരി വെള്ളം വേണം, എന്നാലേ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. അതിന് ശേഷം ഇത് വെള്ളമെല്ലാം നനച്ച് കൊടുത്തു. അതിന് നല്ല പോലെ അതിൻ്റെ ഈ മണ്ണ് നനയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ വെള്ളം നനച്ച് കൊടുത്തത്. അപ്പോൾ അതെല്ലാം നനച്ച് നല്ല ഇതായിട്ട് അത് നട്ട് കൊടുത്തു. ഇനി പിന്നെ എല്ലാ പച്ചക്കറിയും ഞാനത് ആദ്യം നട്ടതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമതും നട്ടതാണ്.